Hello guys, Assalamu alaikum and welcome back to my channel. ഇന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളിന്ന് പിസ്സ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിസ്സയ്ക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ സൂപ്പർ ബൊണാൻസ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോണത്. സാധനങ്ങളെന്ന് പറഞ്ഞാൽ പിസ്സയ്ക്ക് ആവശ്യമുള്ള വളരെ കുറച്ച് സാധനങ്ങൾ, റൂമിലില്ലാത്ത ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമേ നമ്മൾ മേടിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് ഗാർലിക്കാണ് കേട്ടോ. ഗാർലിക്ക് പിസ്സയിൽ എന്തിനാണ് ഗാർലിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിസ്സയുടെ സോസ് റെഡിയാക്കാൻ ഗാർലിക്ക് അത്യാവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ ക്യാപ്സിക്കം പിസ്സയുടെ ടോപ്പിങ്ങിലിടാനും വേണം, ടോപ്പിങ്സ് ആയിട്ട് ഇടാനും വേണം. പിന്നെ ഞാൻ സോസ് ഉണ്ടാക്കുമ്പോഴും ക്യാപ്സിക്കം യൂസ് ചെയ്യലുണ്ട്, അങ്ങനെ ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിസ്സയുടെ ടോപ്പിംഗ് ആയിട്ട് ഇടാൻ നമ്മുടെ മോസറല്ല ചീസ്. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോസേജ് കൊണ്ടുള്ള പിസ്സയാണ്. ചിക്കൻ സോസേജ് വെച്ചിട്ടാണ് ഞാൻ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സോസേജും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും ഒരു ഹോട്ട് സോസും വേണം. അപ്പോൾ അതും കൂടി എടുത്തിട്ട് നമുക്ക് റൂമിലോട്ട് പോകാം. അപ്പോൾ ഷോപ്പിംഗ് എത്രയേ ഉള്ളൂ, ബാക്കി നമുക്ക് റൂമിലെത്തിയിട്ട് കാണാം. നമുക്ക് ആദ്യം പിസ്സയുടെ സോസ് റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്കൊരു 7 to 8 വറ്റൽമുളക് വേണം. പിന്നെ ക്യാപ്സിക്കം, പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചെറിയ പീസസ്, ഒരു ടൊമാറ്റോ, അതേപോലെ തന്നെ ഒരു ഫുള്ള് ഉള്ളിയും വേണം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 minutes ഒന്ന് വേവിച്ചെടുക്കാം. നന്നായി വേവിച്ച ശേഷം മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയിട്ട് ഒരു പാനിൽ ഒഴിച്ചിട്ട് നമുക്കൊരു തിക്ക് സോസ് ആക്കി എടുക്കാം കേട്ടോ. അടുത്ത നമുക്ക് നമ്മുടെ സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സോസേജിൽ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതൊന്ന് പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് പിസ്സയുടെ ബാക്കി ടോപ്പിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. മോസറല്ല ചീസ്, സ്ലൈസ് ചീസ്, ക്യാപ്സിക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാം. മാത്രമല്ല നമ്മൾ ഡോ മുന്നേ കുഴച്ച് വെച്ചിരുന്നു, അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ മാവ് ഞാൻ കുഴച്ചു. നമ്മൾ കുബൂസിൻ്റെ ഡോ എങ്ങനെയാണോ കുഴയ്ക്കുക ആ സെയിം ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അത് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. സെയിം റെസിപ്പി തന്നെ ആട്ടോ, സെയിം റെസിപ്പി തന്നെ ഇതിന് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത് ഓവനിലല്ല, നമ്മളിന്ന് ഗ്യാസിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സ. നമ്മൾ പാൻ വെച്ചിട്ട് അതിലാണ് നമ്മളിന്ന് പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുശേഷം ഞാൻ ചെയ്തത് നേരെ പാനിലോട്ട് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട. ആ പ്ലേറ്റിലെല്ലാം സെറ്റ് ചെയ്ത ശേഷം ലാസ്റ്റ് വെച്ചാൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫോർക്ക് കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെറിയ ഹോളാക്കി കൊടുക്കുക. അപ്പോൾ അത് പിസ്സയുടെ ഡോ ഫുള്ളായിട്ട് പൊന്തി വരില്ല.
അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പിസയുടെ സോസ് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് ഇത് കാണുമ്പോൾ ചിലപ്പോൾ പനീർ പോലെയൊക്കെ ഉണ്ടെങ്കിൽ അത് ചീസാണ്. ചീസ് നമ്മൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒരേപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ക്യാപ്സിക്കം അവോയ്ഡ് ചെയ്യാം. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ക്യാപ്സിക്കം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാപ്സിക്കം കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ക്യാപ്സിക്കം എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒരേപോലെ, വലിയ കട്ടിയായിട്ടും നല്ല ഒരുപാട് തിന്നായിട്ടും വേണ്ട, എന്നാൽ ഒരുപാട് തിക്കായിട്ടും വേണ്ട, ഒരു മീഡിയം സൈസിൽ ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ഒരേപോലെ വയ്ക്കാം. ഒരുപാട് തിന്നായാൽ നമുക്കത് കടിക്കാനും കിട്ടില്ല, ഒരുപാട് തിക്കായാൽ ചിലപ്പോൾ അതിൻ്റെ ഫ്ലേവർ കുറച്ച് എടുത്ത് കാണിക്കും. അപ്പോൾ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് ക്യാപ്സിക്കം ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് നമ്മുടെ സോസേജ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സോസേജും ഇതിൻ്റെ മുകളിൽ ക്യാപ്സിക്കം വെച്ചതുപോലെ തന്നെ ഈവൻലി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഫൈനലി നമ്മുടെ മോസറല്ല ചീസ് ഞാൻ അത്യാവശ്യം കൂടുതൽ തന്നെ ഇടുന്നുണ്ട്. നമ്മളെല്ലാവരും ചീസ് ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ പിസ്സ എന്ന് പറയുമ്പോൾ നമുക്ക് ഫുള്ളി ലോഡഡ് ആയിരിക്കണം പിസ്സ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ മോസറല്ല ചീസ് ഫുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മോസറല്ല ചീസ് എല്ലാ ഭാഗത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ലാസ്റ്റ് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയൊരു പീസ് ബട്ടർ അതിൻ്റെ മുകളിൽ സെൻട്രലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പിസ്സയുടെ എല്ലാ സൈഡിലോട്ടും അത് ഒരേപോലെ സ്പ്രെഡായിട്ടുണ്ടാവും നമ്മൾ എടുക്കുമ്പോൾ. അപ്പോൾ അത് ഫസ്റ്റ് പിസ്സ ആവുന്ന ആ ഒരു ഗ്യാപ്പിൽ സെക്കൻഡ് പിസ്സയും കൂടി ഞാൻ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചു. അങ്ങനെ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 8 to 10 minutes അല്ലെങ്കിൽ ഒരു 12 minutes, അതിൽ കൂടുതൽ ആവശ്യമില്ല. ആദ്യത്തെ ഒരു 5 minutes ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ലാസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.